ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നും എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, ക്രിസ്തുമസിൻ്റെ ഈ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നക്ഷത്രങ്ങൾ തൂക്കിയിട്ടും ലൈറ്റുകൾ തൂക്കിയിട്ടും പുൽക്കൂടുകൾ ഒരുക്കിയും അതുപോലെ തന്നെ നല്ല കേക്കുകൾ ഉണ്ടാക്കിയും ക്രിസ്തുമസിനെ വരവേൽക്കുന്ന സമ്മാനങ്ങൾ കൈമാറാൻ കാത്തിരിക്കുന്ന ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവൾ അവളുടെ ആദ്യജാതനെ പ്രസവിച്ചു, അവൾ അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് അവർ പാർത്തിരുന്ന സ്ഥലത്ത് മറ്റ് സ്ഥലമില്ലാതിരുന്നതിനാൽ പുൽത്തൊട്ടിയിൽ കിടത്തിയെന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, യേശുക്രിസ്തു ജനനം ഉണ്ടായത് പുൽത്തൊട്ടിയിലാണെന്നും അതിൻ്റെ സൂചകമായിട്ട് നമ്മൾ പുൽക്കൂടെല്ലാം വീട്ടിൽ ഒരുക്കാറുണ്ട്. പുൽക്കൂടിൽ ജനിച്ചവനാണെങ്കിൽ ആ പുൽക്കൂടായി മാറാൻ എനിക്ക് സാധിക്കുന്ന നിമിഷം കർത്താവ് നിന്നിൽ വന്ന് ജാതനാകും. പ്രിയമുള്ളവർ, അതുകൊണ്ട് കർത്താവ് ഈ വർഷത്തെ ജനനം ആഗ്രഹിക്കുന്നത് അതേ പുൽക്കൂട് തന്നെയാണെന്ന് വെച്ചു. പുൽക്കൂടിൽ കർത്താവ് ജനിച്ചു, എല്ലാ വർഷവും പുൽക്കൂടിൽ ജനിച്ചോട്ടെ. പക്ഷേ കാലഘട്ടം മാറി. നമ്മളിപ്പോൾ ജീവിക്കുന്ന ആധുനിക കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാ ടെക്നോളജി AI വരെ ഉള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എങ്ങനെ യേശുക്രിസ്തുവിന് പുൽക്കൂടിൽ വന്ന് ജനിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പുൽക്കൂടായി മാറാൻ സാധിച്ചാൽ, എന്ന് വെച്ചാൽ എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ഒരു ജീവിതം എനിക്കുണ്ടെങ്കിൽ, അതിന് ഞാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ, അതാണ് യഥാർത്ഥത്തിൽ പുൽക്കൂടെന്ന് പറയുന്നത്. മറ്റ് ആർഭാടങ്ങളില്ലാത്തൊരു സ്ഥലമായി, ഒരു വ്യക്തിയായി, അഹങ്കാരത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും ഒന്നുമില്ലാതെ സ്നേഹത്തിൻ്റെ ഒരു കുടീരമായി, ഒരു പുൽക്കൂടായി നിനക്ക് ഈ വർഷം മാറാൻ സാധിച്ചാൽ ഉറപ്പാണ് നിന്നിൽ വന്ന് യേശുക്രിസ്തു ജനിക്കുക. അതുകൊണ്ട് ഈ വർഷത്തെ പുൽക്കൂടായി മാറുവാൻ, എന്ന് വെച്ചാൽ ഈ ലാളിത്യത്തിൻ്റെയും എളിമയുടെയും ഒരു മനസ്സിനുടമയായി മാറുവാൻ ഈ പ്രഭാതത്തിൽ നീ എഴുന്നേൽക്കുമ്പോൾ ആ ചിന്ത നിനക്കുണ്ടാകട്ടെ. അഹങ്കാരം, വിദ്വേഷം, വെറുപ്പും പകയെല്ലാം മാറി എളിമപ്പെടുവാൻ തക്ക രീതിയിൽ കർത്താവ് എളിമപ്പെട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുപോലെ അതിൻ്റെ ഒരു സ്ഥലമായി, എൻ്റെ കർത്താവ് ജനിക്കുന്ന ഒരു സ്ഥലമായി, ഒരു ഒരുക്കമുള്ള വ്യക്തിയായി മാറുവാൻ നമുക്ക് സാധ്യമാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് എനിക്കും നിങ്ങൾക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.